ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. അതിലാണെന്നുണ്ടെങ്കിൽ അസുരഗണം, ദേവഗണം, മനുഷ്യഗണം എന്നിങ്ങനെ 3 ഗണങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട നാളുകാരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അവരുടെ സവിശേഷതകളാണ് ഇന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അസുരഗണം, ദേവഗണം എന്നിങ്ങനെയുള്ള ഇതിൽ നാളുകാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് പറയുന്നത് നമ്മൾ ഈ മനുഷ്യഗണത്തിൽപ്പെട്ട നാളുകാരെക്കുറിച്ചാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ നാളുകാർ ഇതിൽ മനുഷ്യഗണത്തിൽപ്പെട്ട നാളുകാരെ ഭരണി, രോഹിണി, തിരുവാതിര, ഉത്രം, പൂരം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി ഇത്രയും നാളുകാരാണ് മനുഷ്യഗണത്തിൽപ്പെട്ട നാളുകാർ. ആദ്യമേ ഒരു കാര്യം പറയുവാണ്, ഈ നാളിൽപ്പെട്ട ആൾക്കാരെല്ലാം ഒരേ ഗണത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ഇവരുടെ സ്വഭാവങ്ങളൊക്കെ ഏകദേശം ഒന്നിനൊന്ന് ഒരുപോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഇവരുടെയൊക്കെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആദ്യം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ 3-4 നാളുകാരെ കുറിച്ച് സംസാരിക്കാം. കാര്യം ഇതിനകത്തിൽ 9 നാളുകാരെ കുറിച്ച് നമുക്ക് മൊത്തത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം അപ്പോഴത്തേനും ഒരുപാട് സമയം പോകും. പിന്നെ നമുക്ക് ഇത്ര സമയത്ത് എല്ലാവർക്കും ഒരുപാട് സമയം ഇരുന്ന് ഇത് കാണുന്നത് താല്പര്യം വരത്തില്ല. അതുകൊണ്ട് നമ്മൾ 3-4 നാളുകാരുടെ പറഞ്ഞിട്ട് ബാക്കിയുള്ള നാളുകാരുടെ എല്ലാവരുടെയും കൂടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം പൂരാടം നാളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പൂരാടം നാളിൽ ജനിക്കുന്നവരായ നല്ല ആകർഷകത്വം, ബുദ്ധിശക്തി, വിശാല ഹൃദയം എന്നിവ ഉള്ളവരായിരിക്കും. എല്ലാവരെയും നല്ല ആകർഷണമായിട്ട് എല്ലാവരെയും ആകർഷിച്ചെടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും. എല്ലാവരോടും നല്ല ആത്മാർത്ഥത പുലർത്തുന്നവരുമായിരിക്കും ഇവർ. അതുപോലെ സ്നേഹം, വാത്സല്യം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് എന്നിവ ഇവർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല ആത്മാഭിമാനവും ശുഭാപ്തി വിശ്വാസവും ഇവരുടെ കൈമുതലാണ്. എന്തിനേയും തരണം ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട്. പൂരുരുട്ടാതി നാളിലുള്ള ജനിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. പൂരുരുട്ടാതി നാളിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കും. അതുപോലെ നീതിനിഷ്ഠ, പൗരുഷം, ആത്മീയത എന്നിവ അവരുടെ മുഖമുദ്രയാണ്. അതുപോലെ തന്നെ ഹൃദയവിശാലതയുള്ളവരും മറ്റുള്ളവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവരുമാണ് ഈ പൂരുരുട്ടാതി നാളിൽ ജനിക്കുന്ന ആൾക്കാർ. അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുമെങ്കിലും അവരുടെ സ്വന്തം അഭിപ്രായപ്രകാരം മാത്രമേ അവരെന്ത് കാര്യങ്ങളും അവർ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവ ഗുണം ഉള്ളവരാണ് ഈ പൂരുരുട്ടാതി നാളിൽപ്പെട്ടവർ. ഇനി നമ്മൾ രോഹിണി നാളിനെ കുറിച്ചാണ് പറയുന്നത്. രോഹിണി നാളിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഏറ്റവും നല്ല മുഖശ്രീ ഉള്ളവരായിരിക്കും ഈ രോഹിണി നാളുകാർ. നല്ല സൗന്ദര്യമൊക്കെ ഉള്ളവരായിരിക്കും ഇതിനകത്തിൽ 50% ആൾക്കാരും. അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് അവർക്ക് ചിലപ്പം മുൻകോപം വരും. അതുപോലെ തന്നെ ഒരു സ്ഥിരതയുള്ള ഒരു കാര്യങ്ങളായിരിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ദയ, വാത്സല്യം, എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ്, പരോപകാരം എല്ലാം ഇവരുടെ ഒരു പ്രത്യേകതകളാണ് ഈ രോഹിണി നാളിൽപ്പെട്ട ആൾക്കാർ. മനുഷ്യഗണത്തിൽപ്പെട്ട 9 നാളുകാരുടെയും പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. പിന്നെ ആദ്യമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നല്ല ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ഉള്ളവരായിരിക്കും ഈ ഗണത്തിൽപ്പെട്ടവർ. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ വലിയ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും. അവരാണെന്നുണ്ടെങ്കിൽ നല്ല ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും. എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് സാധിച്ചെടുത്തുകൊണ്ടേ അവർ തിരിച്ചു കയറി വരത്തുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവ ഗുണങ്ങളാണ് ഈ മനുഷ്യഗണത്തിൽപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് പ്രവർത്തിക്കുന്നവരല്ല ഇവർ. അവർക്ക് ഉത്തമമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ മിതമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർ. അവർക്കിഷ്ടമുള്ളവരോട് അവർ നന്നായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവരെ. അതുപോലെ തന്നെ ഭയങ്കര ഈശ്വരവിശ്വാസികളും നല്ല ഈശ്വരഭക്തിയൊക്കെ ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവർ എന്തും ഈശ്വരനിൽ അർപ്പിച്ച് ജീവിച്ചിരിക്കുന്നവരായിരിക്കും അവർ. എന്ത് വന്നാലും അവർക്ക് ഈശ്വരനിൽ നടത്തിക്കൊള്ളും എന്നുള്ള ഒരു നല്ല ആത്മവിശ്വാസം ഉള്ള വ്യക്തികളാണ് ഈ മനുഷ്യഗണത്തിൽപ്പെട്ട ആൾക്കാർ. അതുപോലെ ഈ ഗണത്തിൽപ്പെട്ടവർ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനെ തന്നെ ഓർത്തിരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. എന്തും അതിൻ്റെ വഴിക്ക് തന്നെ നടക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നല്ല മനസ്സലിവുള്ള ആൾക്കാരാണ് ഈ മനുഷ്യഗണത്തിൽപ്പെട്ടവർ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വൈരാഗ്യ ബുദ്ധിയോ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ട്. പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് അന്നേരം വെച്ചുകൊണ്ട്
കണ്ടുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെ സഹായിക്കാനുള്ള മനസ്സുള്ളവരാണ് ഈ മനുഷ്യഗണത്തിൽപ്പെട്ട ആൾക്കാർ. ജനിക്കുന്നവർ നല്ല മാനുഷിക മൂല്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവർ ജീവിത സാഹചര്യങ്ങളോടും സമ്മർദ്ദങ്ങളോടും നല്ലതായിട്ട് മല്ലടിച്ചാണ് ഇവർ ജീവിത പുരോഗതിയിൽ എത്തിച്ചേരുന്നവരാണ്. നന്നായിട്ട് കഠിനമായിട്ട് കഷ്ടപ്പെട്ട് ജീവിത വിജയം നേടിയെടുക്കുന്നവരാണ് ഈ മനുഷ്യഗണത്തിൽ പെടുന്ന ആൾക്കാർ. ആരെയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ താല്പര്യമില്ലാത്തവരാണ് ഈ മനുഷ്യഗണത്തിൽപ്പെട്ട ആൾക്കാർ. അതുപോലെ തനിക്ക് അർഹമായ വില കിട്ടുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഭാഗത്തെ തിരിഞ്ഞു നോക്കത്തില്ല. അർഹത കിട്ടുന്നിടത്ത് മാത്രമേ അവർ സഹകരിക്കാൻ പോകത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു മനസ്സുള്ളവരാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് എപ്പോഴും ഒരു ആശങ്കയാണ്. അത് ചെയ്താൽ ശരിയാകുമോ, ഇത് ചെയ്താൽ ശരിയാകുമോ, ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നുള്ള എപ്പോഴും ഒരു ആശങ്ക മനോഭാവം ഉള്ളവരാണ് ഈ ഗണത്തിൽപ്പെട്ട ആൾക്കാർ. അതുപോലെ പ്രതികരണശേഷി ഒരുപാടുള്ളവരാണ് ഇവർ. പ്രതികരിക്കേണ്ടിടത്ത് അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയാനായിട്ട് ഇവർക്കൊട്ടും താല്പര്യമുള്ള വ്യക്തികളല്ല. അവർ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരെ എങ്ങനെ പറഞ്ഞു ഫലിപ്പിച്ച് നടക്കത്തില്ല. അതെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ മനുഷ്യഗണത്തിൽപ്പെട്ട ആൾക്കാർ. ഈ 9 നാളുകാരും ഒരേ ഗണത്തിൽപ്പെട്ടതായതുകൊണ്ട് ഏകദേശമൊക്കെ അവരുടെ സ്വഭാവങ്ങളൊക്കെ ഒരുപോലെയൊക്കെ ഇരിക്കും. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.